വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സാങ്കേതിക സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികളും കൗൺസിലർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചെന്ന് കണ്ടെത്തൽ. വോട്ടേഴ്സ് ലിസ്റ്റ് പുനഃപരിശോധിക്കാനും സർവകലാശാല തീരുമാനം. നാളെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. വിവരങ്ങൾ നൽകാൻ ഗോപാൽ ശിലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഇപ്പോൾ എന്താണ് പ്രശ്നം? രേഷ്മ, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 22, അതായത് നാളെയായിരുന്നു ഈ കേരള സാങ്കേതിക സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടിരുന്നത്. അത് പ്രകാരം ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയാണ് 13 വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സപ്ലിമെന്ററി പരീക്ഷയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഴിവാക്കണമെന്നും ചൂണ്ടിക്കാട്ടി സർവകലാശാലയിൽ അപേക്ഷ നൽകിയത്. അപ്പോഴാണ് ഈ അപേക്ഷ വിശദമായി സർവകലാശാല പഠിക്കുന്നതും ഇത് ചട്ടവിരുദ്ധമായാണ് ഈ 13 പേരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് സപ്ലിമെന്ററി പരീക്ഷകൾ ഉള്ളവരോ എന്തെങ്കിലും തരത്തിൽ അരിയർ, അതായത് ഏതെങ്കിലും വിഷയങ്ങൾ പരീക്ഷയിൽ തോക്കുകയോ ആയിട്ടുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അവർക്ക് കൗൺസിലർമാരായി വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിക്കാനോ സാധിക്കുകയില്ല. അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ലിങ്ഡോ കമ്മീഷൻ ശുപാർശയുടെയും സുപ്രീം കോടതി വിധിയുടെയും ലംഘനമാണ് എന്ന് സർവകലാശാല നടത്തിയ പരിശോധനയിലാണ് സമാനമായ രീതിയിൽ പല ഇടങ്ങളിൽ നിന്നായി, പല കോളേജുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരീക്ഷയിൽ തോറ്റതും അയോഗ്യരായിട്ടുള്ളവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചതായും കൗൺസിലർമാരായി സ്ഥാനം നേടിയതായും മനസ്സിലാക്കുന്നത്. തുടർന്നാണ് നാളെ നടക്കേണ്ടിയിരുന്ന സാങ്കേതിക സർവകലാശാല തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി മാറ്റിവെച്ചത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്നേന്ന് ആദ്യം മുതൽ വിശദമായി പരിശോധിക്കണമെന്നും ഇത്തരത്തിൽ മറ്റാരെങ്കിലും അയോഗ്യരായിട്ടുള്ളവർ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല കോളേജുകളിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നതാണ് സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തി വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ച് അവർ തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ 2 പേരെയാണ് കൗൺസിലർമാരായി സർവകലാശാലയിലേക്ക് നിർദ്ദേശിക്കേണ്ടത്. എന്നാൽ അതിന് പകരം പല പ്രിൻസിപ്പൽമാരും തങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ മാത്രം നോമിനേറ്റ് ചെയ്ത് അവരെ ഇത്തരത്തിൽ ഈ ലിസ്റ്റിൽ നൽകിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം നടപടി സ്വീകരിച്ച പ്രിൻസിപ്പൽമാർക്കെതിരെയും കോളേജ് മാനേജ്മെന്റുകൾക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു.